നമസ്കാരം. ചുവപ്പിലുറച്ച് കേരളം മുന്നോട്ട്. ഇന്നത്തെ 9 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകളിലേക്ക്. വോട്ട് കച്ചവടത്തിലൂടെ UDF ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് മുഖ്യമന്ത്രി. BJPക്കുണ്ടായത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വോട്ട് ചോർച്ച. 90 മണ്ഡലങ്ങളിൽ വോട്ട് ചോർന്നു. വോട്ട് കച്ചവടത്തിലൂടെ UDF 10 സീറ്റിൽ ജയിച്ചുവെന്ന് മുഖ്യമന്ത്രി. വോട്ട് കച്ചവടമില്ലായിരുന്നുവെങ്കിൽ UDF നാമാവശേഷമായേനെ എന്നും മുഖ്യമന്ത്രി ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നാളെ തുടങ്ങും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. കുണ്ടറയിൽ BJP ഹോൾസെയിലായി കോൺഗ്രസിന് വോട്ട് മറിച്ചെന്ന് മേഴ്സിക്കുട്ടിയമ്മ. പാലായിൽ മാണി സി കാപ്പൻ BJPയുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് ജോസ് കെ മാണി. NSS നിലപാട് തിരുത്തണമെന്ന് AK ബാലൻ. സുകുമാരൻ നായർ കാണിച്ചത് നന്ദികേടെന്ന് വെള്ളാപ്പള്ളി. പിണറായി വിജയന്റേത് തകർപ്പൻ ജയമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കനത്ത തോൽവിയുടെ ഞെട്ടൽ മാറാതെ കോൺഗ്രസ്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറെന്ന് മുല്ലപ്പള്ളി. രാജ്യസന്നദ്ധത AICCയെ അറിയിച്ചു. രാജിവെക്കും മുമ്പ് മുല്ലപ്പള്ളി KPCC യോഗം വിളിച്ച് പരാജയം ചർച്ച ചെയ്യണമെന്ന് ശരശ്ചന്ദ്ര പ്രസാദിന്റെ കത്ത്. DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് M ലിജു. രാജ്യസന്നദ്ധത അറിയിച്ച് കൂടുതൽ പ്രസിഡന്റുമാർ. സംസ്ഥാനത്ത് നാളെ മുതൽ ഞായറാഴ്ച വരെ കർശന നിയന്ത്രണങ്ങൾ വാരാന്ത്യ നിയന്ത്രണങ്ങളെക്കാൾ ശക്തമാക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഉൽപാദന നിർമ്മാണ പ്രവർത്തനങ്ങളാകാം. സംസ്ഥാനത്ത് ഇന്ന് 26,011 പേർക്ക് കോവിഡ്, 45 മരണം. R ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. വിടവാങ്ങിയത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അതികായനെന്ന് മുഖ്യമന്ത്രി. അരനൂറ്റാണ്ട് ചരിത്രത്തിലെ നാഴികക്കല്ല് തന്നെയാണ് തുടർഭരണം. വോട്ടായി മാറിയത് വികസനവും കരുതലും തന്നെയാണ്. വർഗീയതയും അവിഹിത കൂട്ടുകെട്ടുകളും ജനം തൂത്തെറിഞ്ഞു. പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളും വിലപ്പോയില്ല. ലൈഫ് പദ്ധതി നിർത്തലാക്കും, കിഫ്ബി പിരിച്ചുവിടും എന്നൊക്കെയുള്ള UDF നേതാക്കളുടെ പ്രസ്താവനകളും UDFന് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. ജനം വിധിയെഴുതിയത് ഭരണ തുടർച്ചയ്ക്കാണ്, നവകേരള സൃഷ്ടിക്കാണ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യാനാകുന്നതേ പറയൂ എന്ന പിണറായി സർക്കാരിൻ്റെ ഉറപ്പിനാണ് ജനം വോട്ട് ചെയ്തത്. പിണറായി വിജയത്തിൽ തുടർഭരണമെന്ന ചരിത്രം എഴുതുകയാണ് കേരളം. സർക്കാർ രൂപീകരണ നടപടികൾ മുന്നോട്ട്. മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് ഇന്ന് രാജിക്കത്ത് സമർപ്പിച്ചു. കാവൽ മുഖ്യമന്ത്രിയായി തുടരും. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ നടത്തും. തുടർന്ന് ഘടകകക്ഷികളുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ചേരുന്ന LDF യോഗം പുതിയ മന്ത്രിമാരെ നിശ്ചയിക്കും. കാണാം ആദ്യ റിപ്പോർട്ട്. രാവിലെ 8 മണിയോടെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിയോടെ മന്ത്രിസഭാ യോഗം വിളിച്ചു. ഈ മന്ത്രിസഭയുടെ കാലാവധി ഇനിയുമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന സാഹചര്യത്തിൽ മന്ത്രിസഭ പിരിച്ചുവിടാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഈ തീരുമാനപ്രകാരം രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി. തുടർന്ന് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങി. നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ മന്ത്രിമാരെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടക്കും. ഘടകകക്ഷി പാർട്ടികളും അവരുടെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി തീരുമാനമെടുത്ത ശേഷമാകും LDFൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുക. തുടർന്ന് പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് മുഖ്യമന്ത്രി നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാകും പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് കച്ചവടം നടന്നു എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പിണറായി സർക്കാരിന്റെ വിജയതരംഗത്തിന് പിന്നാലെ പുറത്തു വരുന്ന കഥകളാണ് BJP കോൺഗ്രസ് വോട്ട് കച്ചവടത്തിൻ്റെത്. 140-ൽ 90 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ ചോർന്നു എന്ന് കണക്കുകൾ തെളിയിക്കുന്നു. 10 മണ്ഡലങ്ങളിൽ വോട്ട് മറിച്ചതിന് പ്രകടമായ തെളിവുകളും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. കുണ്ടറയിലും തൃപ്പൂണിത്തറയിലും പാലായിലും LDF തോറ്റതിന് പിന്നിലും വോട്ട് കച്ചവടം. വോട്ടുകൾ ചോർന്നത് എവിടെ, എങ്ങനെ? കൂടുതൽ റിപ്പോർട്ടുകളിലേക്കും പ്രതികരണങ്ങളിലേക്കും പോകാം.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF-ഉം BJP-യും വോട്ട് കച്ചവടം നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. അവസാന നിമിഷം വരെ തങ്ങൾ വിജയിക്കുമെന്ന പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം ആ വോട്ട് കച്ചവട കണക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്. BJP സ്വന്തമായി ഒരു അന്വേഷണം നടത്തണമെന്നും BJP-യുടെ സംഘടനാശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. നേരത്തെയും BJP-യും കോൺഗ്രസും വോട്ടുകച്ചവടം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ആ തന്ത്രം കൂടുതൽ വിജയിച്ചു. 2016-നേക്കാൾ ഇത്തവണ 90 മണ്ഡലങ്ങളിലും BJP-ക്ക് വോട്ട് കുറഞ്ഞു. ഇത്ര വലിയ ചോർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016-ൽ 30,20,670 വോട്ടുണ്ടായിരുന്ന BJP-ക്ക് ഇത്തവണ കിട്ടിയത് 25,92,139 വോട്ട്. 4,28,531 വോട്ടുകളുടെ കുറവ്. BJP-യുടെ വോട്ട് വാങ്ങി തൃപ്പുണിത്തറയും കുണ്ടറയും ഉൾപ്പെടെ UDF-ന് 10 സീറ്റ് വിജയിക്കാനായി. ഇല്ലെങ്കിൽ കോൺഗ്രസ് നാമാവശേഷമായേനെ എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിൽ BJP-ക്ക് വോട്ട് കുറഞ്ഞിരിക്കുന്നു. അത് 2016-ലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമമായ രീതിയിൽ എങ്ങനെ വോട്ട് കുറയാനിടയായി? കഴിഞ്ഞ വലിയ തോതിൽ വോട്ടുമറിച്ചിട്ടും പല മണ്ഡലങ്ങളിലും LDF-ന് വിജയിക്കുവാനായി. നേമത്ത് പഴയ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. BJP സ്വന്തമായ ഒരു അന്വേഷണം നടത്തണമെന്നും BJP-യുടെ സംഘടനാശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിയായി നിൽക്കണം, ആരെങ്കിലും കാണിച്ച് കാശ് വാങ്ങുന്ന അവസ്ഥ നിർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയ ചോർച്ച മുൻപൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കണക്കുകൾ. ഇപ്പം ചിലയിടത്തെങ്കിലും BJP-യെ ജനങ്ങൾ കൈയൊഴിയുന്നു എന്ന സൂചനയും തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. നന്നേ കാലത്തെ തന്നെ വോട്ട് ചെയ്ത് LDF-ന്റെ തുടർഭരണം വരാതിരിക്കാനാണ് സുകുമാരൻ നായർ ആഹ്വാനം ചെയ്തത്. ജനങ്ങൾക്കത് LDF-ന് വോട്ട് ചെയ്യുവാനുള്ള പ്രചോദനമായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്താകെ UDF-മായി BJP-യുടെ ഒരു വോട്ട് കച്ചവടം ഉണ്ടായി എന്ന കണക്കുകളും തെളിവുകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. ഏകദേശം 90 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ BJP-ക്ക് വോട്ട് കുറഞ്ഞത്. ഇതിൽ 10ഓളം മണ്ഡലങ്ങളിലെ UDF-ന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഈ വോട്ട് കച്ചവടത്തിലൂടെ സാധിച്ചു എന്നുള്ള സൂചനകൾ കൂടിയാണ് ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ റിനു കൂടി നമുക്കൊപ്പം ചേരുന്നു. റിനു, 90 മണ്ഡലങ്ങളിൽ ഒത്തുതീർപ്പ് ധാരണകൾ ഉണ്ടായിരുന്നു. 10 മണ്ഡലങ്ങളിൽ അത് UDF-നാണ് ഗുണം ചെയ്തത്. കുണ്ടറയിലും എറണാകുളത്തെ മണ്ഡലങ്ങളിലും പാലായിലും ഒക്കെ ഉൾപ്പെടെ കാര്യങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടി പുറത്തു വരുമ്പോൾ റിനു, കാര്യങ്ങൾ എങ്ങനെ? വിജയ ശതമാനത്തിന്റെ അല്ലെങ്കിൽ വോട്ടിംഗിന്റെ ഫലപ്രഖ്യാപനം വന്നതോടുകൂടി കണക്കുകൾ പുറത്തു വരുമ്പോൾ കൃത്യമായി വോട്ടിംഗ് ശതമാനത്തിൽ അല്ലെങ്കിൽ വോട്ടിംഗ് കച്ചവടം സംസ്ഥാനത്ത് BJP-യും അതുപോലെ കോൺഗ്രസും തമ്മിൽ നടത്തി എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. 2016-ൽ ആകെ വോട്ടർമാരുടെ എണ്ണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2 കോടി അത് തന്നെയാണ്. അത് പ്രധാനപ്പെട്ട 10 മണ്ഡലങ്ങളുണ്ട്. തൃപ്പുണിത്തറയിലുണ്ട്, കടത്തുരുത്തിയിലുണ്ട്, പാലായിലുണ്ട്, കുണ്ടറയിലുണ്ട്, സുൽത്താൻ ബത്തേരിയിലുണ്ട്. അങ്ങനെ 10 മണ്ഡലങ്ങളിലാണ് UDF-ന് അനുകൂലമായി കാര്യങ്ങൾ മാറിമറിഞ്ഞത്. 90 മണ്ഡലങ്ങളിൽ വലിയ തോതിൽ സംസ്ഥാന വ്യാപകമായുള്ള ഒരു ഒത്തുതീർപ്പും വോട്ട് കച്ചവടവും ഒക്കെയാണ് നടന്നതെന്നാണ് വിജയപരാജയങ്ങളും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴുള്ള കണക്കെടുപ്പുകളിലുള്ള തെളിവുകൾ കൂടിയായി പുറത്തു വരുന്നത്. റിനു, കൂട്ടിച്ചേർക്കാം, എവിടെയൊക്കെയാണ് ഒത്തുതീർപ്പ് നടന്നത്? BJP-യുടെ അടിത്തറ ഇളകിയ രീതിയിൽ 3% വോട്ടാണ് അവർക്ക് കുറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷത്തോളം വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുകയും ചെയ്യുന്നത്. റിനു, കൂട്ടിച്ചേർക്കാം.
തീർച്ചയായും ജോർജിറ്റ്, കാരണം BJPക്ക് 2016-ൽ 15.01% വോട്ടുണ്ടായിരുന്നത് 2021-ൽ 12.4% കുറഞ്ഞു എന്നുള്ള കണക്കുകളാണ് വ്യക്തമാക്കുന്നത്. 2016-ലെ വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 2021-ൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ച ഒരു കണക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ വർധനവ് വരുമ്പോൾ BJPയുടെ വോട്ടും വർദ്ധിക്കേണ്ടതാണ്. LDFിൻ്റെയും UDFിൻ്റെയും വോട്ടുകൾ കൃത്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ BJPയുടെ വോട്ട് കുറയുകയാണ്, 3%-ഓളം കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2016-ൽ ആകെ വോട്ടർമാരുടെ എണ്ണം പരിശോധിച്ചാൽ 2,60,19,284 എന്നുള്ളതാണ് ഇത്തവണത്തെ ആകെ വോട്ടർമാർ. അതായത് 2021-ലെ ആകെ വോട്ടർമാരുടെ നില പരിശോധിക്കുകയാണെങ്കിൽ ഈ 2,74,639 എന്നുള്ള കണക്കാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത്. ഏകദേശം 14,26,755 വോട്ടർമാരുടെ വർധനവുണ്ടായി. പക്ഷേ BJPയുടെ വോട്ടിൽ ഒരു രീതിയിലുള്ള വർധനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15.0% സ്വാഭാവികമായും BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 2,14,013 വോട്ടുകൾ കൂടുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ BJPക്ക് 4,20,761 വോട്ടുകൾ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനി BJP വോട്ട് മറിച്ച UDFിനെ വിജയിപ്പിച്ച മണ്ഡലങ്ങളിലേക്ക് പോകാം. 90 മണ്ഡലങ്ങളിലാണ് BJP വോട്ട് മറിച്ചത് എന്നുള്ള കണക്കാണ് വ്യക്തമാകുന്നത്. 10 മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുവാൻ BJPയുടെ സഹായത്തോടെ ആയി എന്നുള്ള ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. ആ മണ്ഡലങ്ങളിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരി, അതുപോലെ തന്നെ പെരുമ്പാവൂർ, കുണ്ടറ, തൃപ്പുണിത്തറ, ചാലക്കുടി, കോവളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിലെ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ നില പരിശോധിക്കുകയാണെങ്കിൽ IC ബാലകൃഷ്ണന്റെ ഭൂരിപക്ഷം പരിശോധിക്കുകയാണെങ്കിൽ 11,822 വോട്ട് എന്നാണ്. ആ മണ്ഡലത്തിൽ BJPക്ക് കുറഞ്ഞ വോട്ട് 2016-നേക്കാൾ കുറഞ്ഞ വോട്ടിന്റെ നില പരിശോധിക്കുകയാണെങ്കിൽ 12,488 വോട്ട്. അതായത് ഈ വോട്ടുകൾ കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചത് എന്നുള്ളതാണ്. പെരുമ്പാവൂരിലേക്ക് പോവുകയാണെങ്കിൽ 2,889 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. BJPക്ക് ആ 2016-നേക്കാൾ കുറഞ്ഞ വോട്ടിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 4,596 വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് PC വിഷ്ണുനാഥ് പരാജയപ്പെടുത്തിയത് 4,454 വോട്ടുകൾക്ക്. അതേസമയം അവിടെ 2016-നേക്കാൾ BJPക്ക് കുറഞ്ഞ വോട്ട് നോക്കുകയാണെങ്കിൽ 14,160 വോട്ടാണ്. മറ്റൊരു മണ്ഡലമായ M സ്വരാജ് K ബാബു പരാജയപ്പെടുത്തിയ മണ്ഡലം തൃപ്പുണിത്തറ മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ 992 വോട്ടിനാണ് K ബാബു അവിടെ വിജയിച്ചത്. BJP എന്നാൽ മറിച്ച് നൽകിയത്, അല്ലെങ്കിൽ 2016-നേക്കാൾ BJPക്ക് ഇത്തവണ 2021-ൽ കുറഞ്ഞ വോട്ട് 6,087 ആണ്. ചാലക്കുടി പരിശോധിക്കുകയാണെങ്കിൽ 10,057 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. BJPക്ക് കുറഞ്ഞത് 8,928 വോട്ടാണ്. കോവളത്ത് 11,562 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. BJPക്ക് അവിടെ കുറഞ്ഞത് 12,323 വോട്ടുകളാണ്. കടുത്തുരുത്തി മണ്ഡലത്തിലെ നില പരിശോധിക്കുകയാണെങ്കിൽ 4,256 വോട്ടിന് UDF വിജയിക്കുന്നു. ഇവിടെ BJPക്ക് 2016-നേക്കാൾ 5,866 വോട്ട് കുറയുന്നു. പാലായിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയ മാണി സി കാപ്പന്റെ വിജയം 15,386 വോട്ടിന്. ഇവിടെ BJPക്ക് കുറഞ്ഞത് 13,952 വോട്ട്. ഇങ്ങനെയാണ് ഓരോ മണ്ഡലങ്ങളുടെയും നില. കൃത്യമായി ജില്ലകളുടെ അടിസ്ഥാനം BJPക്ക് വോട്ട് മറിച്ച മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് 2, കണ്ണൂർ 5, വയനാട് 5, 2 മണ്ഡലങ്ങൾ, കോഴിക്കോട് 9, മലപ്പുറം 9, പാലക്കാട് 5, തൃശ്ശൂർ 6, എറണാകുളം 12, ഇടുക്കി 5, ആലപ്പുഴ 6, കോട്ടയം 9, പത്തനംതിട്ട 5, കൊല്ലം 5, തിരുവനന്തപുരം 10. ഇങ്ങനെയാണ് 90 മണ്ഡലങ്ങൾ. 90 മണ്ഡലങ്ങളിൽ BJPക്ക് നേരിയ കുറവാണ്, നേരിയല്ല വളരെ കുറവാണ് 2016 വോട്ടിനേക്കാൾ. എന്തായാലും മറ്റൊരു നിലയാണ്, അതായത് 2016-ന്റെയും 2021-ലെയും LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ഒരു ശതമാന കണക്ക് കൂടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ 2016-ൽ നിന്ന് UDFും LDFും നില മെച്ചപ്പെടുത്തി വന്നപ്പോൾ ഏകദേശം 3%-ലേക്ക് BJPയുടെ വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇത് വോട്ട് കച്ചവടമാണ് നടന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്.
റിനു, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ BJP വോട്ട് ബാങ്ക് ആയിരുന്ന ആളുകളിൽ അതിൽ 1000-ഓ 2000-ഓ അല്ല, വലിയ തോതിൽ തന്നെ ഈ മണ്ഡലങ്ങളിൽ വോട്ട് മാറിയിട്ടുണ്ട് എന്നാണ് വലിയ കണക്കുകൾ, വലിയ സംഖ്യകൾ തന്നെ. 5000-ഓ 6000-ഓ മുതൽ 10,000-ൽ കൂടുതൽ വോട്ടുകൾ മാറി മറിഞ്ഞ മണ്ഡലങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയല്ലേ? അത് ഏത് നിലയിലാണ് വരും ദിവസങ്ങളിൽ UDF-ലും BJP-യിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക? വലിയ പൊട്ടിത്തെറിയിലേക്കും ഒക്കെ പോകുന്നില്ലേ? ഈ രണ്ട് പാർട്ടികളുടെയും അടിത്തറ ഇളകുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോയത്? പക്ഷേ ഈ രണ്ടാം തരംഗത്തിൽ അവർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വസ്തുത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ 10 മണ്ഡലങ്ങളിൽ മാത്രം UDF-ന് നേട്ടം കൊയ്യാനായത് എന്നതുകൂടിയല്ലേ? തീർച്ചയായും മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ച് പോകാതിരിക്കാൻ കഴിയില്ല. കാരണം കണ്ണൂരിൽ നമുക്ക് 5 മണ്ഡലങ്ങളിലാണ് BJP-യുടെ വോട്ടുകൾ വളരെ അധികം കുറഞ്ഞത്. ആ കണക്ക് നോക്കുകയാണെങ്കിൽ 24,747 വോട്ടുകളാണ് 5 മണ്ഡലങ്ങളിലായി BJP-ക്ക് 2016-നേക്കാൾ കുറവായത്. അതേസമയം കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് 9 മണ്ഡലങ്ങളിലായി 15,821 വോട്ടുകളുടെ കുറവ്. ഇങ്ങനെ ഇതിൽ കൂടുതൽ 54, ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ 54,589 വോട്ടുകളുടെ കുറവ് 5 മണ്ഡലങ്ങളിലായി BJP-ക്ക് വരുന്നു. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 10,000-ലധികം വോട്ടുകളുടെ കുറവ് 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് വ്യക്തമായിട്ടുള്ള കണക്ക്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. 10 ജില്ലകളിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം, അത് തൃപ്പൂണിത്തുറയും കുണ്ടറയും അതുപോലെ തന്നെ പാല ഉൾപ്പെടെയുള്ള പ്രമുഖർ മത്സരിച്ച മണ്ഡലങ്ങൾ ഉൾപ്പെടെ അവരെ തോൽപ്പിക്കുവാൻ വേണ്ടി വലിയ രീതിയിൽ കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു സാഹചര്യം കോൺഗ്രസും BJP ഒരുമിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് വ്യക്തമായ വോട്ട് കച്ചവടത്തിന്റെ നില തന്നെയാണ് കാണിക്കുന്നത് ഈ കണക്കുകൾ എന്ന് തന്നെയാണ്. നമുക്കും ഈ കണക്കുകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൃത്യമായി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വോട്ട് കച്ചവടത്തിന്റെ സാധ്യതയുണ്ടായിരുന്നു. കൃത്യമായി ഓരോ മണ്ഡലങ്ങളിലും ഇവർ വോട്ടുകൾ വെച്ചുമാറി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന്റെ നില കഴിഞ്ഞ തവണത്തേക്കാൾ 2016-നേക്കാൾ കുറച്ച് ശതമാനങ്ങൾ വർദ്ധിച്ചു. LDF-ന് വലിയ വർധനവുണ്ടായി. പക്ഷേ BJP-യുടെ വർധനവ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. 3% കൂടുതൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വ്യക്തമാണ്. റിനുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ തോതിൽ വോട്ട് കച്ചവടമൊക്കെയാണ് നടന്നത്. അവിഹിത കൂട്ടുകെട്ടുകൾ മറുഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ മതനിരപേക്ഷ കേരളം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. തിരികെ എത്താം, ഇടവേള. BJP-യുടെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ്. 2016-നേക്കാൾ 3.61% വോട്ട് ചോർച്ചയാണ് BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. 2016-ലെ 15%-ൽ നിന്ന് 2020-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 16.5-ലേക്ക് ഉയർന്ന ശേഷമാണ് ഇത്തവണ 12.4-ലേക്ക് കൂപ്പുകുത്തിയത്. കേരളത്തിൽ നിയമസഭാ സീറ്റ് നേടുകയല്ല പ്രധാനം, വോട്ട് വിഹിതം ഉയർത്തുക എന്നതാകണം ലക്ഷ്യമെന്നാണ് സംസ്ഥാന ഘടകത്തിന് BJP ദേശീയ നേതൃത്വം നൽകിയിരുന്ന പ്രധാന നിർദ്ദേശം. 2016-ൽ ഉണ്ടായിരുന്ന 15% വോട്ട് വിഹിതത്തിൽ നിന്നും 12.4%-ആയി ഇത്തവണ BJP ചുരുങ്ങി. സംസ്ഥാന നേതൃത്വത്തിൽ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരിലാണ് 2.6% വോട്ട് നഷ്ടമാകാൻ കാരണമായതെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രചരണത്തിനും തെരഞ്ഞെടുപ്പ് ചെലവിനുമായി കേന്ദ്ര നേതൃത്വം നൽകിയ കോടികൾ കവർച്ച നടത്തി തട്ടിയെടുത്ത സംഭവത്തിൽ സംസ്ഥാന നേതൃത്വത്തിലെ പലരും സംശയത്തിന്റെ നിഴലിലാണ്. 2016-ലെ 15%-ൽ നിന്നും 2019 ലോക്സഭയിൽ 15.54%-ആയി വോട്ട് വിഹിതം ഉയരുകയും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16.5-ന് മുകളിൽ വോട്ട് വിഹിതം ഉയർത്താനുമായി. ഇതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ 12.4%-ലേക്ക് BJP-യുടെ വോട്ട് വിഹിതം കൂപ്പുകുത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ BJP എത്ര കണ്ട് ശോഷിച്ചുവെന്ന് മനസ്സിലാകും. BJP-യുടെ ഏക പ്രതിനിധിയുണ്ടായിരുന്ന നേമത്ത് ഇത്തവണ വോട്ടെണ്ണിയപ്പോൾ 1500-ന് മുകളിൽ ഭൂരിപക്ഷം ഉയർത്താൻ BJP-യുടെ ശക്തികേന്ദ്രങ്ങളിൽ പോലും ആയില്ല. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും സമാന സ്വഭാവമാണ് വോട്ടെണ്ണലിൽ പ്രകടമായത്. വോട്ട് ചോർച്ച വിഷയത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തോട് വിശദീകരണം ആവശ്യപ്പെടാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
ഇതിനിടെ കഴക്കൂട്ടത്തെ പരാജയത്തിൽ പ്രതിഷേധവുമായി BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. പാർട്ടിയിലെ പ്രമുഖ നേതാവിന് വേണ്ടി ശോഭയെ മണ്ഡലത്തിൽ കാലുവാരിയെന്നാണ് ശോഭാപക്ഷത്തിന്റെ ആരോപണം. വി മുരളീധരൻ പിടിച്ച വോട്ട് പോലും ശോഭാ സുരേന്ദ്രന് ലഭിക്കാത്തത് വോട്ട് മറിച്ചത് കാരണമാണെന്നും ആരോപണം. ഇതിനെതിരെ ദേശീയ നേതൃത്വത്തെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് താൽക്കാലിക വിരാമമായ പോരിനാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ BJPയിൽ വീണ്ടും തുടക്കമായത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് BJP നേതാക്കൾ കാലുവാരിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന്റെ പ്രധാന ആരോപണം. പ്രമുഖ നേതാവിനായി വോട്ട് മറിച്ചു. വി മുരളീധരനെ ഉന്നം വെച്ചാണ് ഈ ആക്ഷേപമെന്നാണ് സൂചന. BJPക്ക് ലഭിക്കേണ്ടിയിരുന്ന 5500 വോട്ട് മറിച്ചു എന്നതാണ് പ്രധാന ആരോപണം. കഴിഞ്ഞ തവണ വി മുരളീധരന് ലഭിച്ചതിനേക്കാൾ 2500 വോട്ട് ശോഭാ സുരേന്ദ്രന് കുറഞ്ഞു. പുതുതായി ചേർത്ത 3000 വോട്ടുകളും BDJS വോട്ടും ചോർത്തിയെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പ് സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. വി മുരളീധരൻ പക്ഷം ശോഭയെ കാലുവാരിയെന്ന ആരോപണം ശക്തിപ്പെടുത്തുന്നതായി ശോഭയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തയ്യാറാക്കിയ അഭ്യർത്ഥനകൾ മുരളീധരന്റെ അനുയായിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ സംഭവം. ആവശ്യമെങ്കിൽ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് ആലോചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കുണ്ടറയിൽ BJP ഹോൾസെയിലായി കോൺഗ്രസിന് വോട്ട് മറിച്ചുവെന്ന് മേഴ്സിക്കുട്ടിയമ്മ. 15% വോട്ടുണ്ടായിരുന്ന NDA 4% താഴെയാണ് ഇക്കുറി വോട്ട് നേടിയത്. ബാക്കി വോട്ട് കോൺഗ്രസിന് പോയി എന്നതിന് തെളിവ് ആണ് ഇക്കാര്യമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറയുന്നു. പിന്നെ BJP ഹോൾസെയിലായിട്ട് വോട്ട് മറിച്ചു. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം RSSുമായിട്ടുള്ള BJP ആയിട്ടുള്ള UDFന്റെ അവഹിത ബന്ധവും വോട്ട് കച്ചവടം. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിൽ ഇത്രയധികം മറിച്ചിട്ടുള്ളൊരു മണ്ഡലം ഇതായിരിക്കും. 4% താഴെയാണ്, 3.6 7 അങ്ങാണ്ടാണ് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്. 14-15% വോട്ടുള്ളതാണ് ഇവിടെ. അത് 4% താഴെയാക്കാൻ തക്കവണ്ണമുള്ളൊരു ഒരു കച്ചവടമാണ് ഇവിടെ നടന്നത്. ഇടവേള. ജനവിധിയെ തുടർന്നുണ്ടായ വൻ വീഴ്ചയിൽ കോൺഗ്രസിൽ കൂട്ടരാജി ആരംഭിച്ചു കഴിഞ്ഞു. മുല്ലപ്പള്ളിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് പ്രധാന ആരോപണങ്ങൾ. മുല്ലപ്പള്ളിക്ക് സംഘടനയെ നയിക്കാനായില്ല എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നു. ഗ്രൂപ്പ് വീതം വെപ്പിലും ഒപ്പം ഇഷ്ടക്കാരെ തിരികെ കയറ്റിയ KC വേണുഗോപാലിനുമെതിരെയും അമർഷം പുകയുകയാണ്. പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന സ്ഥിരം പല്ലവി കൂടി നേതാക്കൾ പറഞ്ഞതോടെ അണികൾക്ക് അമർഷം അണപൊട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ AICC വരെ പഠനം നടത്തിയിട്ടും എന്തേ നിലം തൊടാതെ പോയി എന്നാണ് പ്രധാന ചോദ്യം. UDF ഘടകകക്ഷികൾ ഇനിയും പാർട്ടി വിടും. കോൺഗ്രസിലെ രാജി തുടരും. അണികൾ മറ്റിടങ്ങളിലേക്ക് ചേക്കേറും. വരും ദിവസങ്ങളിൽ കാണാനുള്ള ചില കാഴ്ചകൾ കോൺഗ്രസ് പാളയത്തിലുണ്ടാകുന്നത് ഇതാണ്. അതേസമയം രാജ്യസന്നദ്ധത അറിയിച്ച് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം ധാർമ്മിക ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് AICCയെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം KPCC നേതൃയോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന് KPCC വൈസ് പ്രസിഡന്റ് ശരത്ചന്ദ്ര പ്രസാദ് കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം, അതായത് രാജിവെക്കുന്നതിന് മുമ്പ് മുല്ലപ്പള്ളി ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടാണ് ശരത്ചന്ദ്ര പ്രസാദ് കത്ത് നൽകിയത്. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറിയും പരസ്യ വിഴുപ്പലക്കലിന്റെയും പശ്ചാത്തലത്തിലാണ് തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ AICCയെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച ആശയവിനിമയം കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള താരിഖ് അൻവറുമായി മുല്ലപ്പള്ളി നടത്തി. KC വേണുഗോപാലുമായി ചർച്ച നടത്തിയ ശേഷമാണ് മുല്ലപ്പള്ളി രാജ്യസന്നദ്ധത AICCയെ അറിയിച്ചത്. താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ KPCC പ്രസിഡന്റിന് കഴിയുന്നില്ല എന്ന വിമർശനവും M. ലിജു അടക്കമുള്ളവർ ജില്ലയിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതും മുല്ലപ്പള്ളിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതേസമയം രാജിവെക്കുന്നതിന് മുമ്പ് സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തരമായി രാഷ്ട്രീയകാര്യ സമിതി യോഗവും KPCC എക്സിക്യൂട്ടീവ് യോഗവും വിളിച്ചു ചേർക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് ശരത്ചന്ദ്ര പ്രസാദ് കത്തിലൂടെ മുല്ലപ്പള്ളിയോട് ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം ചർച്ച ചെയ്ത് പരിഹരിക്കാത്തതിന്റെ പരിണിത ഫലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെന്നും ശരത്ചന്ദ്ര പ്രസാദ് മുല്ലപ്പള്ളിക്ക് നൽകിയ കത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലെസ്ലി ജോൺ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആടിയുലയുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസും UDFും. വിവിധ ജില്ലകളിൽ നേതാക്കൾ
കൂട്ടരാജി നടത്തി. NSSൽ അഭയം തേടിയത് പരാജയ കാരണം ആണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റജിൽ മാക്കുറ്റി പറയുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന കോൺഗ്രസിൽ വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. പരാജയ കാരണത്തിൽ കോൺഗ്രസിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നേതൃത്വമാറ്റമാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള നേതാക്കളുടെ പ്രധാന ആവശ്യം. ഇതിനിടെ ആലപ്പുഴ ജില്ലയിലെ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് M. ലിജു അധ്യക്ഷ പദവി രാജിവെച്ചു. ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ 8 UDF പരാജയപ്പെട്ടിരുന്നു. അമ്പലപ്പുഴയിൽ മത്സരിച്ച ലിജുവും കനത്ത പരാജയം ഏറ്റുവാങ്ങി. രാജിക്കത്ത് KPCCക്ക് കൈമാറിയതായി M. ലിജു അറിയിച്ചു. ലിജുവിനു പുറമെ കണ്ണൂർ, ഇടുക്കി ജില്ലകളിലെയും DCC പ്രസിഡന്റുമാർ രാജിസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. സതീശൻ പാച്ചേനിയും ഇബ്രാഹിംകുട്ടി കല്ലാറുമാണ് രാജിക്ക് തയ്യാറായത്. കൂടുതൽ നേതാക്കൾ സമാനമായി നേതൃത്വത്തിന് മുന്നിൽ രാജിസന്നദ്ധത അറിയിച്ചുവെന്നാണ് വിവരം. കൂടാതെ നിലവിലെ നേതൃത്വത്തെ പൂർണ്ണമായി മാറ്റി പുതിയ തലമുറയിലെ നേതാക്കളെ രംഗത്ത് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പ്രധാന കാരണം NSSൽ അഭയം കണ്ടതാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റജിൽ മാക്കുറ്റിയും പ്രതികരിച്ചിട്ടുണ്ട്. NSSന്റെ പരസ്യ പിന്തുണ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരുന്നു. വീണ്ടും NSSൽ അഭയം കണ്ടത് തിരിച്ചടിയായെന്നും റജിൽ മാക്കുറ്റി പറഞ്ഞു. ശബരിമല തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയത് വിനയായെന്നും റജിൽ മാക്കുറ്റിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. ശബരിമല വിഷയം ഒരിക്കൽ ചർച്ച ചെയ്ത് ജനം തള്ളിക്കളഞ്ഞതാണ്. മതന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ കൈവിട്ടതെന്ന് പരിശോധിക്കണമെന്നും റജിലിന്റെ കുറിപ്പിൽ ആവശ്യപ്പെടുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തോൽവിക്ക് പിന്നാലെ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും തമ്മിൽ പരസ്യപ്പോരിലേക്ക് എത്തുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംഘടന ശക്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഗ്രൂപ്പ് തർക്കങ്ങളും തോൽവിക്ക് വഴിവെച്ചുമെന്നുമാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. എന്തായാലും തോൽവിയിൽ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തോട് ഉടൻ റിപ്പോർട്ട് തേടും. താഴെത്തട്ടിൽ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിൽ KPCC അധ്യക്ഷൻ പരാജയപ്പെട്ടുവെന്നും സംഘടനാ ദൗർബല്യങ്ങളെ മറികടക്കുന്നതിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാജയമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച അഴിച്ചുപണി ഗ്രൂപ്പ് നേതാക്കൾ അവഗണിച്ചു. ഇതും തോൽവിക്ക് കാരണമായി. ഇതിനു പുറമെ KC വേണുഗോപാലിനെതിരെയും അതൃപ്തി രൂപപ്പെട്ടു കഴിഞ്ഞു. സംഘടനാകാര്യ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുപോലും സ്വന്തം സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ കഴിയാത്ത ആളെന്നാണ് വിമർശനം. അതേസമയം ഹൈക്കമാൻഡിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. പുനഃസംഘടന വേണമെന്നാവശ്യപ്പെട്ട് ചിലർ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെന്നും പുതുമുഖങ്ങളെന്ന പേരിൽ ചില നേതാക്കളുടെ അടുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കിയത് തിരിച്ചടിയായെന്നും വിമർശനം ശക്തമാണ്. ചെന്നിത്തലയ്ക്ക് മുകളിൽ ഉമ്മൻചാണ്ടിയെ പ്രതിഷ്ഠിച്ചത് ശരിയായിരുന്നില്ല. ഹൈക്കമാൻഡ് ഗ്രൂപ്പ് നേതാക്കൾക്ക് വഴങ്ങിക്കൊടുത്തു. 2 തവണ തോറ്റവർക്ക് വീണ്ടും അവസരം നൽകിയത് തെറ്റായ നടപടി ആയിരുന്നുവെന്നും അടിത്തട്ടിലെ ചോർച്ച തിരിച്ചറിയാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ലെന്നും വിമർശനം രൂക്ഷമാണ്. ഇതിനു പുറമെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ മുന്നിട്ടിറങ്ങിയിട്ട് പോലും ഒന്നും ചെയ്യാനായില്ലെന്നും വിമർശനമുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. ഇതിനിടെ മുസ്ലിം ലീഗിനേറ്റ തിരിച്ചടിയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും പ്രതിഷേധമുയരുകയാണ്. പാർട്ടിയെ തോൽപ്പിച്ചത് കുഞ്ഞാലിക്കുട്ടിയാണെന്നും അധികാരം മോഹിച്ച് MP സ്ഥാനം രാജിവെച്ചതാണ് വിനയായതും എന്നുമാണ് പ്രവർത്തകരുടെ ആരോപണം. 27 സീറ്റുകളിൽ മത്സരിച്ചിട്ടും 15 മാത്രമാണ് മുസ്ലിം ലീഗ് വിജയിച്ചത്. അപ്രതീക്ഷിത ഇടതുതരംഗമുണ്ടായെന്നും UDFന്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായി ലീഗിനും ക്ഷീണമുണ്ടായെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. എന്നാൽ പാർലമെന്റിൽ നിന്നുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവാണ് തിരിച്ചടിക്കു കാരണമെന്നാണ് പ്രവർത്തകരുടെ പക്ഷം. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പ്രവർത്തകർ കൂട്ടത്തോടെയെത്തി പ്രതിഷേധം തുടരുകയാണ്. KMCCയുടെയും വൈറ്റ് ഗാർഡിന്റെയും പേജുകളിലും രോഷപ്രകടനമുണ്ട്. 3 ലക്ഷത്തോളം ഭൂരിപക്ഷം നൽകി പാർലമെന്റിലേക്ക് അയച്ചിട്ടും അധികാരക്കൊതി മൂത്താണ് തിരിച്ചു വന്നത്. ഇത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. കുഞ്ഞാലിക്കുട്ടിയുടെ ഏകാധിപത്യം ഇനി വേണ്ടെന്നും പ്രവർത്തകർ പറയുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് നടക്കുമായിരുന്നില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. പ്രതിഷേധങ്ങളും നേതാക്കൾക്കിടയിലെ അമർഷങ്ങളും വകവയ്ക്കാതെയാണ് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലെ ഭൂരിപക്ഷത്തിലും മുസ്ലിം ലീഗിന് 1.25 ലക്ഷം വോട്ടിന്റെ കുറവുണ്ടായി. കൈരളി ന്യൂസ്, മലപ്പുറം. വളരെ വേഗം ഒരിടവേള കൂടി.
പിണറായി വിജയൻ നേടിയത് തകർപ്പൻ വിജയമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ജനം സർക്കാരിനെ കൈവെള്ളയിൽ കരുതി. പ്രതിസന്ധി കാലങ്ങളിൽ ഒപ്പം നിന്ന് സർക്കാരിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് LDFന്റെ തകർപ്പൻ വിജയമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ജനങ്ങൾ കൈവിടാതെ കൈവെള്ളയിൽ LDF ഗവൺമെൻറ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നന്മ കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം. എന്നും കുന്നും MLA ആയിട്ടും MP ആയിട്ടും മന്ത്രിയായിട്ടും വടികുത്തി വന്ന് നിക്കറിട്ട് വന്ന് വള്ളി നിക്കറുമായിട്ട് വന്ന് വടികുത്തിയായിട്ട് നടക്കുന്ന കാലം വരെ എത്തിയാലും കസേരയിൽ നിന്ന് മാറുകയില്ല, ജനാധിപത്യത്തിൽ തങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ചില ജനനേതാക്കന്മാർക്ക് കൊടുത്ത വലിയൊരു താക്കീതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. NSS പറഞ്ഞത് ജനം പുല്ലുവില നൽകിയെന്ന് കൂടി വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. കേൾക്കാം. ഈ ആനുകൂല്യം കാലാകാലങ്ങൾ ഗവൺമെൻറ് മേടിച്ച് ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ്റിന് മേടിച്ച് ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് LDF ഗവൺമെൻറ് തള്ളിപ്പറയുന്നു എന്ന് പറയുമ്പോൾ നന്ദികേടെ അതാണ് ചങ്ങനാശ്ശേരി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? ചങ്ങനാശ്ശേരി പറഞ്ഞത് ആരെങ്കിലും കേട്ടോ? പുല്ലുവില കൽപ്പിച്ചില്ലേ? നേരിടാം അതീവ ജാഗ്രതയോടെ. സംസ്ഥാനത്ത് ഇന്ന് 96,296 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 26,011 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗികൾ കോഴിക്കോട് ജില്ലയിലാണ്. അതേസമയം 19,519 പേർ ഇന്ന് രോഗമുക്തി നേടി. 45 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 5,450 ഉയർന്നു. സംസ്ഥാനത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 3 ലക്ഷം കവിഞ്ഞു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 301 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 24,106 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,524 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 80 ആരോഗ്യ പ്രവർത്തകർക്കും ഇതിനിടെ കോവിഡ് സ്ഥിരീകരിച്ചു. 13 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. നാളെ മുതൽ അടുത്ത ഞായറാഴ്ച വരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. KSRTCയുടെ അന്തർ സംസ്ഥാന സർവീസുകൾ ഉണ്ടാകില്ല. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നതിൽ മെയ് 10 ശേഷമാകും സർക്കാർ തീരുമാനമുണ്ടാകുക. സംസ്ഥാനത്ത് 2 ആഴ്ചയായി നിലവിലുള്ള വാരാന്ത്യ നിയന്ത്രണത്തേക്കാൾ കർശനമായിരിക്കും നാളെ മുതൽ ഞായർ വരെയുള്ള സംസ്ഥാനത്തെ നിയന്ത്രണം. കോവിഡ് രോഗവ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിലാണ് കർശന നിയന്ത്രണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാളെ മുതൽക്ക് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് സംസ്ഥാനത്താകെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ മാത്രമേ ഇതിനെ തടുത്തു നിർത്താൻ കഴിയുകയുള്ളൂ. ഏറ്റവും പ്രധാനം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കാനും തീരുമാനിച്ചു. എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, അതിന്റെ കീഴിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവശ്യ സേവന വിഭാഗങ്ങൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരും വ്യക്തികളും തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. അല്ലാത്ത സ്ഥാപനങ്ങളിൽ അത്യാവശ്യം വേണ്ട ജീവനക്കാർ മാത്രം ഓഫീസുകളിൽ എത്തിയാൽ മതിയാകും. ഇത്തരം സ്ഥാപനങ്ങളിൽ ആവശ്യത്തിലധികം ജീവനക്കാർ ഉണ്ടോ എന്നത് സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പരിശോധന നടത്തും. അനുമതിയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തിരിച്ചറിയൽ കാർഡുമായി യാത്ര ചെയ്യാം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ആശുപത്രി, വാക്സിനേഷൻ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് പോകാൻ തടസ്സമുണ്ടാകില്ല. സംസ്ഥാനത്തിനകത്ത് KSRTCയുടെ സർവീസ് 50% ഉണ്ടാകും. കർണാടകയിൽ ലോക്ക്ഡൌൺ ആയതിനാൽ അവിടേക്കും തമിഴ്നാട് നിയന്ത്രണം ഏർപ്പെടുത്തിയതുകൊണ്ട് അവിടേക്കുമുള്ള KSRTCയുടെ സർവീസുകൾ ഉണ്ടാകില്ല. മരുന്ന്, പഴം, പച്ചക്കറി, പാൽ, മത്സ്യമാംസം എന്നിവ വിൽക്കുന്ന കടകളും വർക്ക്ഷോപ്പ്, വാഹന സർവീസ് സെന്ററുകൾ, സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് രാത്രി 9 മണിവരെ പ്രവർത്തിക്കാം. ജീവനക്കാർ ഇരട്ട മാസ്കും കയ്യുറകളും ധരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. റേഷൻ കടകളും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളും തുറക്കും. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല. രാത്രി 9 മണിവരെ പാഴ്സൽ, ഹോം ഡെലിവറി സർവീസുകൾ ഉണ്ടാകും. ബെബ്കോയും ബാറും അടഞ്ഞുകിടക്കും. ജനങ്ങൾ വീടുകളിൽ ഇരുന്ന് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമാകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഓക്സിജൻ വിതരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം വന്ന് മണിക്കൂറുകൾക്കകം രാജ്യത്ത് വീണ്ടും ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിച്ചു. കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ആശുപത്രിയിലാണ്
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 24 പേർ ഓക്സിജൻ കിട്ടാതെ മരിച്ചത്. ജില്ലാ ഭരണകൂടം മരണം സ്ഥിരീകരിച്ചു. അതേസമയം ഉത്തർപ്രദേശിലെ മീററ്റിലെ സ്വകാര്യ ആശുപത്രിയിലും കഴിഞ്ഞ ദിവസം 5 രോഗികൾ ഓക്സിജൻ ഇല്ലാതെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. രാജ്യത്ത് പ്രതിദിന കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കണക്കുകൾ വരുമ്പോൾ 3,68,147 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3,417 മരണവും ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ഒഡീഷയിലും ഹരിയാനയിലും ലോക്ക്ഡൌണും പ്രഖ്യാപിച്ചു. പഞ്ചാബും നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രവേശിക്കാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കിയിട്ടുമുണ്ട്. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും രാജ്യത്ത് കോവിഡ് കേസുകൾ ആശങ്കയെ തന്നെയാണ് വർദ്ധിക്കുന്നത്. 24 മണിക്കൂറിൽ 3,68,147 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 3,417 പേർക്ക് ജീവൻ നഷ്ടമായി. അതേസമയം രോഗമുക്തി നേടുന്ന ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് ആശ്വാസം നൽകുന്നു. 3 ലക്ഷം പേർക്ക് ഇന്നലെ മാത്രം കോവിഡ് ഭേദമായി. പുതിയ കണക്കനുസരിച്ച് 34,13,642 പേരാണ് ചികിത്സയിൽ ഉള്ളത്. 2,18,959 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. ആകെ മരണം 70,000 കടന്ന മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 56,647 പുതിയ കേസുകളും 669 മരണവും റിപ്പോർട്ട് ചെയ്തു. ഗുജറാത്തിൽ 12,978 പേർക്കും മധ്യപ്രദേശിൽ 12,662 പേർക്കും കോവിഡ് ബാധിച്ചപ്പോൾ ദില്ലിയിൽ 24 മണിക്കൂറിനിടെ 20,394 കേസുകളും 415 മരണവും റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന കർണാടകയിൽ 37,733 പേർക്കാണ് ഇന്നലെ കോവിഡ് ബാധിച്ചത്. അതേസമയം വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഒഡീഷയും ഹരിയാനയും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഹരിയാനയിൽ ഇന്നു മുതൽ 7 ദിവസത്തേക്കാണ് ലോക്ക്ഡൌൺ. ഒഡീഷയിൽ 5 മുതൽ 14 ദിവസത്തേക്കാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി. നാളെ മുതൽ സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. അവശ്യ സർവീസുകൾക്ക് ഇളവുണ്ട്. അതേസമയം ഓഫീസുകളുടെ ഉൾപ്പെടെ പ്രവർത്തനത്തിന് കൂടുതൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 25% ജീവനക്കാർ മാത്രം ഓഫീസുകളിൽ ഹാജരായാൽ മതി എന്നാണ് സർക്കാർ നിർദ്ദേശം. റിനു കൂടി ചേരുകയാണ്. റിനു, നാളെ മുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് കർശനമാക്കുന്നു. പുതിയ നിർദ്ദേശങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എന്തെല്ലാമാണ് ആ നിർദ്ദേശങ്ങൾ? ജോർജറ്റ്, നാളെ മുതൽ കടുത്ത നിയന്ത്രണത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. കോവിഡ് കാരണം ഓരോ ദിവസവും കോവിഡ് കണക്കുകൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. അവശ്യ സർവീസുകൾക്ക് കൂടുതൽ ഇളവുകൾ കൂടി നൽകിയിട്ടുണ്ട്. അവശ്യ സർവീസുകളെ നേരത്തെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സർക്കാർ ഓഫീസുകളിൽ പ്രവർത്തനത്തിന് നേരത്തെ 50% മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 25% ജീവനക്കാർ മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം നടത്തിയാൽ മതി എന്നുള്ളതാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ബാധകമാണ് എന്നുള്ളത് ഉത്തരവിൽ എടുത്തു തന്നെ പറയുന്നുണ്ട് ചീഫ് സെക്രട്ടറി. നാളെ മുതൽ അല്ലെങ്കിൽ നാളെ KSRTC 50% ഓടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു നിയന്ത്രണം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസും ആരോഗ്യ വകുപ്പും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതോടുകൂടി കുറച്ചെങ്കിലും പ്രതിരോധം നടത്തുവാൻ അല്ലെങ്കിൽ കോവിഡിനെ എതിരെ പ്രതിരോധം നടത്തുവാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഏറ്റവും അവസാനമായി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. അവശ്യ സർവീസുകൾക്ക് കൂടുതൽ ഒരു ഇളവ് കൂടി അനുവദിച്ചുകൊണ്ടാണ് ഇത്തരം രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഒരുമിച്ചുള്ള പോരാട്ടമാണ് കോവിഡിനെതിരെ അനിവാര്യം. നാളെ മുതൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് കേരളം. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട. വളകം കീഴൂട്ടെ കുടുംബ വീട്ടുവളപ്പിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഒട്ടേറെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. വാളകത്തെ കീഴൂട്ടുവീട്ടിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റ് വരെ വളർന്ന ആർ ബാലകൃഷ്ണപിള്ള കീഴോട്ടുവീട്ടിൽ തന്നെ മണ്ണോട് മണ്ണായി. കേരള രാഷ്ട്രീയത്തെ തന്ത്രജ്ഞൻ ഇനി ചരിത്രത്തിന്റെ ഭാഗം. പുലർച്ചെ 4:30 അദ്ദേഹത്തിന്റെ വിയോഗം.
7 മണിയോടെ കൊട്ടാരക്കരയിലെ വീട്ടിൽ പൊതുദർശനം. പിന്നീട് പുനലൂരിൽ പ്രവർത്തിക്കുന്ന NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ ഓഫീസിലെത്തിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അവിടെ അന്തിമോപചാരം അർപ്പിച്ചു. അവിടെ നിന്ന് വാളകത്തെ കുടുംബ വീട്ടിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ വാളകത്തെത്തിയിരുന്നു. അഞ്ചു മണിയോടെ പ്രവർത്തകർ ഒരുക്കിയ പുഷ്പപാതയിലൂടെ അവസാന യാത്ര. മുൻ മന്ത്രി കൂടിയായ R ബാലകൃഷ്ണപിള്ളയ്ക്ക് സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി. പത്തനാപുരം MLA കൂടിയായ മകൻ KB ഗണേഷ് കുമാർ ചിതയ്ക്ക് തീ കൊളുത്തി. 60 ആണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ നിയന്ത്രിച്ച R ബാലകൃഷ്ണപിള്ള ഇനി ചരിത്രത്തിന്റെ ഭാഗം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ മകൾ ഡോക്ടർ സുജാത MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്വം രാജിവെച്ചു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിന് പിന്നാലെയാണ് സുകുമാരൻ നായരുടെ മകൾ രാജിവിവരം അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു. സർക്കാരിൽ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ശേഷമാണ് സുകുമാരൻ നായർ ഇടത് സർക്കാരിനെ തള്ളിപ്പറയുന്നത് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം. സുകുമാരൻ നായരുടെ മകൾ ഡോക്ടർ സുജാത MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി തുടരുന്നതും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ശേഷം NSS ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചത്ത് കുത്തിയെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. NSS നേതൃത്വം കാണിച്ചത് എന്താണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട്? അവസാനം വരെ നിന്നിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നെഞ്ചിന് ആഞ്ഞുകുത്തിയിലെ മതശക്തികളും ഈ സവർണ ശക്തികളും. പക്ഷേ ആ കുത്തൊന്നും പിണറായി ഗവൺമെൻറ്റിന് ഏറ്റോ. ഈ പറഞ്ഞ കമനാശ്ശേരി തമ്പുരാൻ വ്യക്തിപരമായ ആനുകൂല്യം നേടിയ ആളാണ്. ഈ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ആര് ഭരണത്തിൽ വന്നാലും മകൾ എങ്ങനെ ഇരിക്കണം അതിനകത്ത്? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അകത്ത് എനിക്കും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. ഇവരാരും ഒരു ഗവൺമെൻറ്റിന് സിൻഡിക്കേറ്റും തന്നിട്ടില്ല. തരണമെന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുമില്ല. ഇതിനു പിന്നാലെയാണ് തൻ്റെ മകൾ ഡോക്ടർ സുജാത MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗസ്ഥാനം രാജിവെക്കുന്നതായി വ്യക്തമാക്കി സുകുമാരൻ നായർ പ്രസ്താവന ഇറക്കിയത്. സ്ഥാനത്തിനു വേണ്ടി താനോ മകളോ മറ്റാരെങ്കിലുമോ സർക്കാരിനെയോ നേതാക്കളെയോ സമീപിച്ചിട്ടില്ലെന്നും എങ്കിലും മകൾക്ക് ലഭിച്ച സ്ഥാനത്തിൻ്റെ പേരിൽ വിവാദത്തിനില്ലെന്നും സുകുമാരൻ നായർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. രാജിക്കത്ത് സമർപ്പിച്ചതായും പ്രസ്താവനയിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ UDFിനു വേണ്ടി പരസ്യ നിലപാട് സ്വീകരിച്ച NSS ജനറൽ സെക്രട്ടറിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനമുയർന്നിരുന്നു. സുകുമാരൻ നായർ വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ പോലും ഇടതു സർക്കാരിൽ നിന്നും പറ്റിയിട്ടുണ്ടെന്ന വെള്ളാപ്പള്ളിയുടെ വെളിപ്പെടുത്തലാണ് 3 വർഷം ബാക്കി നിൽക്കെ മകളുടെ സിൻഡിക്കേറ്റ് പദവി ഉപേക്ഷിക്കാൻ സുകുമാരൻ നായരെ പ്രേരിപ്പിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി. നന്മയും സമാപിക്കുന്നു. ഇനി 10 മണി വാർത്തകളുമായി മനുചേരും. നമസ്കാരം.